ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമ്മി മലബാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിയാണ്. ഇത് വലിയ പുതുമയുള്ള ഒരു റെസിപ്പി ഒന്നല്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന റെസിപ്പിയാണ്. പക്ഷെ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റായ ചപ്പാത്തി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി ഈസി ഇതുപോലുള്ളൊരു വലിയ പാത്രത്തിൽ മാവ് കുഴച്ചെടുക്കാനാണ്. എന്നിട്ട് അതിന് താഴെ ഒരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുഴക്കുമ്പോൾ. ഇനി ഞാൻ 2 കപ്പ് പൊടി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗോതമ്പ് പൊടി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഈ പൊടി കുഴച്ചെടുക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ആശീർവാദിന് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ പൊടിച്ച ഗോതമ്പ് പൊടിയാണെങ്കിൽ നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന വീഡിയോസൊക്കെ. അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിലുള്ള സാധാ നോർമൽ വാട്ടർ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനെടുത്ത മെഷറിംഗ് ഗ്ലാസ്സിൽ ഇതുപോലെ മെഷർമെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കപ്പ് 2 കപ്പ് എന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതിൽ 2 കപ്പ് വരെയാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പിന് 1 കപ്പ് വെള്ളം എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചായിട്ട് ആഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് 2 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ 3 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആദ്യം സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആകും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും പിന്നെ ബിഗിനേഴ്സിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചപ്പാത്തി വീട്ടിലുണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഇതേ രീതിയിലല്ല നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത് എങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതേപോലെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞാലും ഈ ചപ്പാത്തീൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും നഷ്ടപ്പെടില്ല, അത് ഷുവറാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ബാക്കി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റോളം കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവില്ല, ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആകും. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചിലവർ ഓയിൽ, വെളിച്ചെണ്ണ ഒക്കെ ഇതിൽ ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നെയ്യ് ഇതുവരെ ആഡ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 2 മിനിറ്റോളം നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരു 20 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. മിനിമം ടൈമാണ് 20 മിനിറ്റ്. നിങ്ങൾക്ക് 1 അവർ വരെയെങ്കിലും നിങ്ങൾക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അത് അത്രയും സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഡോ. കണ്ടില്ലേ? ഇനി ഞാനിതൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിന് മുകളിലൊരു പാത്രം വെച്ച് കവർ ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടും ഇത് കവർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ശേഷം നമുക്ക് നോക്കാം. അങ്ങനെ 20 മിനിറ്റായി. നമ്മുടെ ഡോ നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെറിയ ഉരുള നമ്മുടെ ഈ കല്ലിൻ്റെ മുകളിലിട്ടിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ പൊടിയിൽ മുക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം പൊടി കുറച്ചിട്ട് പരത്തിയെടുക്കാൻ നോക്കുക. അപ്പോഴാണ് ചപ്പാത്തി ഇങ്ങനെ നല്ല റഫായി പോവില്ല, നല്ല സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ ഇരിക്കും. പക്ഷേ എന്ന് വെച്ചിട്ട് ഒട്ടും പൊടി യൂസ് ചെയ്യേണ്ട എന്നല്ല, ഒരല്പം യൂസ് ചെയ്താൽ മതിയാകും.
പൊടി കൂടിപ്പോയാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, എന്നാൽ അത് ഉള്ളൊട്ടും വെന്തിട്ടുണ്ടാവില്ല, അങ്ങനെയായി പോവും. അപ്പോൾ ഞാൻ ഒരു പത്തിരി ഇവിടെ പരത്തിയെടുത്തു. ഇനി അങ്ങനെ എല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. അങ്ങനെ ചപ്പാത്തി എല്ലാം പരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു അയൺ തവയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 സെക്കൻഡ് അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് ചുട്ടെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ലോ ഫ്ലെയിമിലാകുമ്പോൾ ഇതിങ്ങനെ പപ്പടം പോലെ ആയിപ്പോവും, നല്ല കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ്നെസ്സോടെ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊരു ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് നോൺ സ്റ്റിക്കിൻ്റെ തവയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാ സൈഡും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിയ ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ചപ്പാത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ചപ്പാത്തിയാണ്. അതിന് മുന്നേ എടുത്ത വീഡിയോ ഒന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവസാനത്തെ ചപ്പാത്തി ഇട്ട് കൊടുത്തു. അപ്പം അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചുട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് ഒരു ദിവസത്തിൽ കൂടുതൽ വെച്ചാലും നല്ല സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ ഇരിക്കും, ഷുവറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് എമ്മി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്